Good morning, children. How are you? Are you fine? Hope you all are safe at home. In the previous class, we studied about properties of materials. Whether a substance is soluble or insoluble. We already studied about some examples of soluble substances and insoluble substances. Today we are going to study about objects may float or sink in water. Objects may float or sink in water. While doing activity 4, you might have noticed that the insoluble solids separated out from water. You may have noticed some liquids also separated out from water, floated to the surface of water. In the case of kerosene, coconut oil, they are floating on the surface of water. Activity 4 ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ചില സബ്സ്റ്റൻസ് എന്താണ് ഡിസോൾവ് ആകുന്നു, മറ്റു ചില സബ്സ്റ്റൻസ് ഫ്ലോട്ട് ചെയ്ത് മുകളിൽ കിടക്കുന്നു, ചില സോളിഡ് സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ ലിക്വിഡും കെറോസിന്, ഓയില് ഇവയൊക്കെ ഫ്ലോട്ട് ചെയ്ത് വാട്ടറിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട്, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ? വാട്ടറിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റ് ചില സബ്സ്റ്റൻസ് എന്താണ്, സോളിഡ് സബ്സ്റ്റൻസ് സിങ്ക് ചെയ്ത് ബോട്ടത്തിൽ ഉണ്ടാവും അല്ലേ? ഒരു ബീക്കർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് സബ്സ്റ്റൻസ്, അതായത് സോളിഡ് സബ്സ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വ്യത്യാസമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡ്രൈഡ് ലീവ്സ്, ഒരു സ്റ്റോണ്, ഹണി, കെറോസിൻ ഇവയൊക്കെ ഒരു ബീക്കറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഫ്ലോട്ട് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കാം? ഡ്രൈഡ് ലീവ്സ് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്തിരിക്കും. അതുപോലെ കെറോസിൻ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് ഇരിക്കുന്നതായിട്ട് കാണും. അതുപോലെ സ്റ്റോണ്, ഒരു സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് സിങ്ക് ചെയ്ത് ബോട്ടത്തിൽ കിടക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഇതാവുന്നതിൽ ഏതൊക്കെയാണ് സിങ്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നൊന്ന് തനിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് we are going to group the materials according to transparency. That means they are divided into transparent object, opaque object and translucent object. മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പെറൻസിയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്. According to transparency, we can classify the materials into 3 groups. Which are they? Okay, first one, transparent. Second one, translucent. And the third one, opaque. ഒരു ഒബ്ജക്റ്റിന്റെ ട്രാൻസ്പെറൻസിയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിക്കാം. ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട് ആൻഡ് ഒപ്പേക്ക് ഒബ്ജക്ട്സ്. ഫസ്റ്റ് വൺ, ട്രാൻസ്പെറന്റ്. ഫോർ എക്സാമ്പിൾ, those substances or materials through which we can see things are called transparent objects. Glass, water and air, some plastics are examples of transparent object. അതായത് ഒരു ഒബ്ജക്റ്റിൽ കൂടെ നമുക്ക് മറുവശം കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്താണ്, അത്തരം ഒബ്ജക്ട്സിനെയാണ് എന്ത് പറയുന്നത്, ഗ്ലാസ്. ഒരു സിമ്പിൾ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും. സുതാര്യം എന്നാണ് പറയുക. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് എന്തുകൊണ്ടാണ് ഷോപ്സിലൊക്കെ ബോട്ടിൽസിൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഈസി ആയിരിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സിന് എക്സാമ്പിളാണ് ഗ്ലാസ്, വാട്ടർ, എയർ, സം പ്ലാസ്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്ട്സ് വിച്ച് വി ക്യാൻ സീ പാർഷ്യലി, ഭാഗികമായി കാണുക, കുറച്ച് കാണുക. അതായത് ഒരു ബട്ടർ പേപ്പറിൽ ഓയിൽ നന്നായിട്ട് പുരട്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഭാഗികമായിട്ടൊരു വസ്തുവിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടത്തില്ല. അതേസമയം ഗ്ലാസ്സിൽ കൂടെ ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ ക്ലിയർ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഭാഗികമായിട്ട് മാത്രം, പാർഷ്യലി കാണാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. The materials through which objects can be seen but not clearly. Such objects are called translucent object. Okay. Next, opaque object. Opaque objects in example are wood, metal. Some materials which are not able to see the things. Such objects are called opaque objects. വുഡ് അതിനൊരു എക്സാമ്പിളാണ്, ഒപ്പേക്ക് ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ്. ദർ ആർ സം മെറ്റീരിയൽസ് ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ തിങ്സ്. ദീസ് മെറ്റീരിയൽസ് ആർ കോൾഡ് ഒപ്പേക്ക്. മെറ്റൽ കണ്ടെയ്നർ, വുഡ്, കാർഡ്ബോർഡ് ബോക്സ്, എക്സാമ്പിൾസ് ഓഫ് ഒപ്പേക്ക് ഒബ്ജക്ട്സ്. സോ ഒബ്ജക്ട്സ് ക്യാൻ ബി divided into 3 types. Which are they? Transparent object, translucent object and opaque object. In the case of transparent, the objects which we can see clearly. In this type of materials we can see clearly. Translucent object which we can see but not clearly. But in the case of opaque, the objects we cannot see. These are the important points related to these groups. Materials can be grouped in their similarities and differences of properties. Materials അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത് അതിൻ്റെ സിമിലാരിറ്റിയുടെയും ഡിഫറൻസസിൻ്റെയും ബേസിലാണ്. Dividing materials into groups makes it convenient to study their properties and also observe any patterns in these properties. അപ്പോൾ മെറ്റീരിയൽസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനായിട്ടാണ് മെറ്റീരിയൽസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസിനെ പറ്റിയും പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. So read the text and study nicely. Okay. Thank you.